ഇപ്പോൾ ഹെലൻ രണ്ട് തിരിച്ചറിവുകളാണ് ജനങ്ങൾക്ക് മുമ്പിൽ പകർന്നു വെക്കുന്നത്. ഒന്നാമത്തെ തിരിച്ചറിവ് എൻ്റെ ഒരവസ്ഥയെ മുതലെടുത്ത് ഇങ്ങനെ വീഡിയോ ചെയ്തു, അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കാൻ പറ്റരുത് എന്ന് സീക്രട്ട് ഏജൻറ്റ് തെളിവാക്കി കൊടുത്ത കുറേ നിമിഷങ്ങളുണ്ടായിരുന്നു. ഇല്ല, ഞാൻ നിന്നെ വിശ്വസിക്കും, നിന്നെ എനിക്ക് വിശ്വാസമാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നത് നമ്മുടെ തെറ്റാണോ അയാളുടെ തെറ്റാണോ? എനിക്ക് അത്ര വേണ്ടപ്പെട്ട ഒരാളല്ല എന്ന് സായി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഹെലൻ സ്പാർട്ട തന്നെ സ്വന്തമായി കണ്ടൻ്റാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഹെലൻ സ്പാർട്ട സ്വന്തം ജീവിതം അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ കണ്ടൻ്റാക്കി മാറ്റുന്നത്. കുറച്ച് നാളുകൾ കൊണ്ട് മറ്റാരെങ്കിലും ചെയ്യുന്ന കണ്ടൻ്റ് എടുത്ത് അതിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് സ്വന്തം കണ്ടൻ്റാക്കി ഇറക്കുകയാണ് ഹെലൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഹെലൻ രണ്ട് തിരിച്ചറിവുകളാണ് ജനങ്ങൾക്ക് മുമ്പിൽ പകർന്നു വെക്കുന്നത്. ഒന്നാമത്തെ തിരിച്ചറിവ് പാളിപ്പോയ പ്രൊമോഷൻ. അതിനുശേഷം ഇപ്പോൾ രണ്ടാമത്തെ കണ്ടന്റുമായിട്ട് വന്നിരിക്കുന്നു, വിശ്വസിക്കരുതമ്മവ ചതിക്കും. എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും, ആ പാട്ട് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആൻഡ് ഇതിപ്പം എൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കും, ഒരാളെയും വിശ്വസിക്കരുത്. നെവർ ട്രസ്റ്റ് എനിബഡി ഇൻ യുവർ ലൈഫ്. നമ്മുടെ പാട്ട് ഈ പറഞ്ഞ കാര്യം വളരെ സത്യമാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ അകമറിഞ്ഞൊരുത്തിനെ വിശ്വസിച്ചാൽ 100-ൽ 155% ചതിച്ചിരിക്കും. പക്ഷേ ഹെലൻ ഇത് തിരിച്ചറിയാനായിട്ട് ജസ്റ്റ് ഒരു 26 വർഷം എടുക്കേണ്ടി വന്നു. ഈ വിഷയം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ മുമ്പിൽ ഇത് പല യൂട്യൂബേഴ്സും എത്തിച്ചിട്ടുണ്ടാവും. കമൻറ്റ് സെക്ഷൻ വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാവും. ഇതിനകത്ത് ഹെലൻ സംസാരിക്കുന്നത് നമ്മുടെ സ്വന്തം ഡൂഡ് സീക്രട്ട് ഏജൻറ്റിനെ കുറിച്ചാണ്. ഈ സീക്രട്ട് ഏജൻറ്റും ഹെലനും തമ്മിൽ ഒരു ഡൂഡൻ ബന്ധമാണ്. അപ്പോൾ ഇവർ നല്ല ഇതായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഹെലൻ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് ബിഗ് ബോസിൽ പോയപ്പോൾ വലിയ വിമർശനങ്ങളൊന്നും നടത്തിയില്ല. ഇറങ്ങട്ടെ, നോക്കാം, പിടിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹെലൻ അങ്ങ് വിട്ടു. എന്നാൽ ഇപ്പോൾ ഹെലൻ ഏറിക്കയറുന്നൊരു സാഹചര്യമുണ്ടായി. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ഹെലൻ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതൊരു വലിയ തട്ടിപ്പായി മാറുകയും അതിനെ ചൊല്ലി കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുകയെല്ലാം ചെയ്തിരുന്നു. എന്നാൽ ഇതിനോടനുബന്ധിച്ച് സീക്രട്ട് ഏജൻറ്റിനോട് വീഡിയോ ചെയ്യുന്നില്ല എന്ന് പലരും ചോദിച്ചപ്പോഴത്തേനും സീക്രട്ട് ഏജൻറ്റ് ഡൂഡിനെ എനിക്കറിയാം, ഡൂഡിനെതിരെ ഞാൻ ചെയ്യില്ല എന്നുള്ള ഒരു തലത്തിൽ പറഞ്ഞ് അതിനങ്ങ് ഒഴിവായിപ്പോയി. എന്നാൽ ഇതിന് ശേഷം നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് ഒരു സ്റ്റോറി ഇടുകയുണ്ട്. ആ സ്റ്റോറി ഞാൻ പ്ലേ ചെയ്യുന്നില്ല. ആ സ്റ്റോറിയിൽ പറയുന്നത് സീക്രട്ട് ഏജൻറ്റും ജബ്രികളും കൂടെ യാത്ര ചെയ്യുമ്പോഴത്തേനും സീക്രട്ട് ഏജൻറ്റ് അവരോട് ചോദിക്കുന്നു, ഇപ്പം ഇങ്ങനൊരു അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഹെലൻ ഏറിക്കയറി. ഹെലൻ ആണ് ജാസ്മിനെ വളരെയധികം എതിർത്തിരുന്ന ഒരാൾ ഈ യൂട്യൂബ് ബിഗ് ബോസ് നടന്നിരുന്ന സമയത്ത്. അപ്പോൾ അവരിങ്ങനെ ഏറിൽ കയറിയപ്പോൾ അവർക്കുള്ള ശിക്ഷ കിട്ടിയില്ലേ, നീ കൂടോത്രം ചെയ്തതാണോ എന്നൊക്കെ ചോദിച്ച് തമാശയായിട്ട് ചിരിച്ച് കളിച്ചിരിക്കുന്നത് ഹെലന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാരണം ഹെലൻ ഭയങ്കര ഫ്രണ്ടായിട്ട് കണ്ടതാണ് നമ്മുടെ ഡൂഡിനെ, സീക്രട്ട് ഏജൻറ്റിനെ. അപ്പോൾ അദ്ദേഹം ഈ ഹെലൻ ഇത്രയും പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് വളരെ സന്തോഷമായിട്ട് എൻ്റെ ഒരവസ്ഥയെ മുതലെടുത്ത് ഇങ്ങനെ വീഡിയോ ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ അവസ്ഥയെ മുതലെടുത്ത് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു സാധനമാണ് ഹെലന് ഫീൽ ചെയ്തത്. ഇതേ ചൊല്ലിയിട്ടാണ് ഈ ഹെലൻ റീസെൻ്റ്ലി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പാർട്ടാണ് നമ്മൾ കണ്ടത്. അതിനകത്ത് ഹെലൻ പറയുന്നുണ്ട്, ആരെയും വിശ്വസിക്കരുത്, 5 വർഷം നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ആളായാലും 6 വർഷം നമ്മളുടെ കൂടെ നിന്നിട്ടുള്ള ആളായാലും വിശ്വസിക്കരുത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എത്ര ശതമാനം ശരിയുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ മെയിനായിട്ട് സീക്രട്ട് ഏജൻറ്റിനാണല്ലോ പറയുന്നത്, കാരണം അതിൻ്റെ കമൻറ്റ് സെക്ഷൻ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു കാര്യം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വാ. നമ്മുടെ കൂടെയുള്ള ആൾക്കാർ, ഞാനിനി ജീവൻ പോകേണ്ടി വന്നാലും ചതിക്കില്ല, അത് വേറെ കാര്യം. പക്ഷെ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് തെറ്റിദ്ധരിച്ചൊരു കാലം ഉണ്ടായിരുന്നു സൂര്യനാരായണ വർമ്മക്ക്. അതൊക്കെ പോയി. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കും, എടാ ഇതിനകത്ത് ഇപ്പം എന്ത് ഇത്ര വലിയ സംഭവം ഇരിക്കുന്നതെന്ന്. അതായത് നമ്മൾ പറഞ്ഞു വരുന്നത് സീക്രട്ട് ഏജൻറ്റിൻ്റെയും ഹെലൻ്റെയും പ്രശ്നമാണല്ലോ. അപ്പോൾ സീക്രട്ട് ഏജൻറ്റിനെയാണ് ഈ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഇപ്പോൾ നമ്മുടെ ഹെലൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മുമ്പൊരു സമയത്ത് വളരെ അകമഴിഞ്ഞ് വിശ്വസിച്ചിരുന്നു. എന്നെ വിശ്വസിക്കാൻ പറ്റരുത് എന്ന് സീക്രട്ട് ഏജൻറ്റ് തെളിവാക്കി കൊടുത്ത കുറേ നിമിഷങ്ങളുണ്ടായിരുന്നു. ഒരാൾ വളരെ എവിഡൻ്റായിട്ട് നമുക്കൊരു സാധനം ഇട്ട് തരികയാണ്, എടാ എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്നൊരാൾ പറയുമ്പോൾ, ഇല്ല ഞാൻ നിന്നെ വിശ്വസിക്കും, നിന്നെ എനിക്ക് വിശ്വാസമാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നത് നമ്മുടെ തെറ്റാണോ അയാളുടെ തെറ്റാണോ? നമ്മളുടെ തെറ്റല്ലേ. അപ്പോൾ അതുപോലൊരു സംഭവമാണ് ഉണ്ടായത്.
അപ്പോൾ എന്താണ് സീക്രട്ട് ഏജൻറ്റ് എന്നെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞത് എന്നുള്ളതിൻ്റെ ഒരു ക്ലൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും കൂടെ ഒന്ന് കണ്ടിട്ട് വാ. എനിക്ക് ഞാൻ കേട്ട സമയത്ത് ഞാൻ സ്പോട്ടിൽ ഞാൻ സ്നേഹിച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്നേഹിച്ചിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ചേച്ചി ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് ഇല്ല, ഞാനില്ലായിരുന്നു, എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം അറിയില്ല. ഇത് ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട സംസാരമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. സായി ബിഗ് ബോസിലേക്ക് പോവുകയും അതിനുശേഷം ജാസ്മിൻ്റെ അച്ഛൻ സംസാരിക്കുന്ന വോയിസ് പുറത്തു വരികയും സായിയോട് സംസാരിക്കുന്ന വോയിസ് പുറത്തു വരികയും സായിയുടെ വൈഫായ സ്നേഹയും നമ്മുടെ വിവി ഹിയറും തമ്മിൽ ഒരു വെല്ലുവിളി നടത്തുകയും വിവി ഹിയർ ഈ വോയിസ് പുറത്തു വിടുകയും ചെയ്തു. അപ്പോൾ സ്നേഹ വിളിച്ചിട്ട് നമ്മുടെ ഡൂഡിന് ചീത്തപ്പേരാവില്ല ഇങ്ങനെ വോയിസ് പുറത്തു വരുമ്പോഴത്തേനും സ്നേഹയെ നമ്മുടെ സീക്രട്ട് ഏജൻ്റെ വൈഫിനെ വിളിച്ച് ചോദിച്ചു ഇങ്ങനൊരു സംഭവം ഉള്ളതാണോ. സ്നേഹ വിളിച്ച് എനിക്കറിയത്തില്ല, ഞാനങ്ങനെ ഒരു കോളിലൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഡൂഡനും ഡൂഡിയും ആണല്ലോ, ഡൂഡിൻ്റെ വൈഫാണല്ലോ ഇത്. ഹെലൻ അങ്ങ് വിശ്വസിച്ചു ഇല്ല എന്നുള്ള കാര്യം. എന്നാൽ ഇതിന് ശേഷം സീക്രട്ട് ഏജൻറ്റ് പുറത്തു വരികയും പുറത്തു വന്നതിന് ശേഷം കാറിലിരുന്ന് വോയിസ് നമ്മുടെ ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു കോൾ സംസാരിച്ചപ്പോൾ സ്നേഹയുണ്ടായിരുന്നു, ജിത്തുബായി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇത് തന്നെ സീക്രട്ട് ഏജൻറ്റ് കൊടുത്തൊരു സൂചനയാണ്, നീ അറിയാത്ത സാധനങ്ങൾ എനിക്കുണ്ട്, നീ അല്ല എൻ്റെ ബെസ്റ്റ് എന്നുള്ളത്. ഈ ഒരു സാധനം, അതായത് സ്നേഹയെ വിളിച്ച് ചോദിച്ചിട്ടും സ്നേഹ പറഞ്ഞില്ല സ്നേഹ ആ ഒരു കോളിലുണ്ടായിരുന്നു. ശേഷം സീക്രട്ട് ഏജൻറ്റിൻ്റെ ഈ ഒരു വീഡിയോ അറിഞ്ഞതിന് ശേഷം നമ്മുടെ ഹെലൻ എങ്ങനെയാണ് ഇതിനെ അനലൈസ് ചെയ്തത് എന്ന് നമുക്കൊന്ന് കാണാം. കണ്ടിട്ട് വാ. ചേച്ചി ഓൾറെഡി ആ ഒരു കോൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്നലെയാണ് ഞാൻ അടക്കമുള്ള എത്ര പേർക്ക് അത് മുന്നേ അറിഞ്ഞു എനിക്കറിയില്ല. അത്രയും വിശ്വാസമുള്ള കംഫർട്ട് സോണിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ആ കാറിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ എന്തായാലും ഒഴിവായിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു ഞാൻ അതിലുണ്ടായത്. കാരണം ഞാൻ സ്പോട്ട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സാധനമുണ്ട്, പിന്നെ ആ ഒരു വീഡിയോ വലിയൊരു സാധനം ഉണ്ട്, പുറത്ത് വന്നു കഴിഞ്ഞാൽ ഡോഡ് ഞാൻ പാലിക്കില്ലെന്ന് ചോദിച്ചു. ആ സ്പോട്ടിൽ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ടും പറഞ്ഞില്ല. അതിനുശേഷം പുള്ളിക്കാരിയോട് തന്നെ പറഞ്ഞു, വളരെ അടുപ്പമുള്ള വളരെ വിശ്വസിക്കാൻ പറ്റാവുന്ന ആളുകളോട്, അവർ വളരെ അടുപ്പമെന്ന് കരുതുന്ന ആളുകളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന്. നോട്ട് ദാറ്റ് പോയിന്റ് യുവർ ഓണർ. അവിടെ തന്നെ പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. ഈ ഇപ്പോൾ പ്ലേ ചെയ്ത വീഡിയോ കുറച്ച് നാളുകൾക്ക് മുമ്പേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി, ബിഗ് ബോസ് തീർന്നു, നമ്മുടെ സായി എണ്ണം പുറത്തു വന്നതിന് ശേഷമുള്ള ഉണ്ടായതാണ്. അപ്പം തന്നെ സായി ക്ലിയർ പിക്ചർ കൊടുത്തു, നീ എനിക്ക്, നമ്മൾ പറയുമ്പം ഞാൻ ഡൂഡൻ ഡൂഡി എന്നൊക്കെ പറയും, പക്ഷേ നീ എനിക്ക് അത്ര വേണ്ടപ്പെട്ട ഒരാളല്ല എന്ന് സായി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാം. നമ്മുടെ സായി കൃഷ്ണൻ കള്ളം പറഞ്ഞതാണോ എന്നും അറിയില്ല, അതോ എന്താ നീ ഒന്നും ഇത് അറിയണ്ട എന്ന് ഉള്ള രീതിയിൽ ഒളിപ്പിച്ച് വെച്ചതാണോ എന്നും അറിയില്ല. സായി ബിഗ് ബോസിൽ നിന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛനുമായിട്ടുള്ള പ്രശ്നം ബിഗ് ബോസിൽ തുറന്ന് പറയുകയും അതൊരു വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമാകുകയും ചെയ്തു. അപ്പോൾ ഡൂഡനും ഡൂഡിയും ഭയങ്കര കമ്പനിയാണ് എന്നാണ് വെപ്പ്. ഈ ഡൂഡൻ്റെയും ഡൂഡിയുടെയും അന്നേരത്തെ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ട് ഹെലന് ഈ അച്ഛനുമായിട്ടുള്ള സായിയും ഫാദറുമായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ച് ഹെലന് മനസ്സിലായ കാര്യങ്ങൾ ഹെലൻ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. തീർച്ചയായിട്ടും അത് സംസാരിച്ച് പരിഹരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അറിവിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല താനും, അങ്ങനെ വലിയൊരു സങ്കടം വരേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉറപ്പ്. അപ്പോൾ കുറുപ്പിൻ്റെ ഉറപ്പ് നിങ്ങൾ കണ്ടല്ലോ, കുറുപ്പിൻ്റെ അല്ല നമ്മുടെ ഹെലൻ്റെ ഉറപ്പ് നിങ്ങൾ കണ്ടല്ലോ. ഇത് അച്ഛനുമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഹെലൻ പറയുന്നത്. ഹെലൻ്റെ അറിവിനകത്തുള്ള കാര്യങ്ങളാണ് ഹെലൻ പറയുന്നത്. എന്നാൽ ബിഗ് ബോസിൽ വന്നപ്പോൾ തൊട്ട് സായി എൻ്റെ അച്ഛൻ വരല്ലേ, അച്ഛൻ വരാതിരുന്നാൽ മതി, അച്ഛനുമായിട്ട് പ്രശ്നമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇതിലിപ്പോൾ ഹെലൻ പറയുന്നതാണോ ശരി, സായി പറയുന്നതാണോ ശരിയെന്ന് നമുക്കറിയില്ല. എന്തായാലും സായി ഈ ബിഗ് ബോസ് തുടങ്ങിയ ഒരു കാലഘട്ടം മുതൽ ഇവിടെ വരെയുള്ള കാര്യങ്ങൾ മാത്രം നമ്മളെടുത്ത് പരിശോധിച്ചാൽ തന്നെ പല സാഹചര്യങ്ങളിൽ സായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അറിയിച്ചിട്ടുണ്ട്, നീ എനിക്കങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ഒരു ഫ്രണ്ട്, ഡൂഡി എന്ന് വിളിക്കുന്നൊരു ഫ്രണ്ട്, അത്രയേ ഉള്ളൂ. അത് തിരിച്ചറിയാൻ പറ്റാതെ പോയത് ഹെലൻ്റെ ഒരു പ്രശ്നമാണെന്ന് വേണം നമുക്ക് തിരിച്ചറിയാൻ. എന്നാൽ ഇത് ഹെലൻ്റെ കാര്യം മാത്രമല്ല, നമ്മൾ സീക്രട്ട് ഏജൻറ്റ് ഹെലനെ ചതിച്ചു എന്നാണല്ലോ ഹെലൻ ഇപ്പോൾ പറയപ്പെടുന്നത്. സീക്രട്ട് ഏജൻറ്റ് ഇമാതിരി ഒരു പണി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം, ചുമ്മാ കണ്ടിട്ട് വാ. വിവിനോട് വേറെ കാര്യം പറയാനുള്ളത്, വിവിനെ വിശ്വസിക്കരുത് എന്നോട് പലരും പറഞ്ഞപ്പോഴും വിവി ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഒപ്പം നിർത്താന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. പിന്നെ വിവിന്റെ കേസിൽ, വിവിൻ്റെ ആ കേസ് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ജാസ്മിനുമായിട്ടുള്ള പ്രശ്നമാണ് വിവിയെക്കുറിച്ച് സീക്രട്ട് ഏജൻറ്റ് പറയുന്നത്. വിവി ഹിയറിനെ ഞാൻ വിശ്വസിച്ചു, ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു, വിവി എൻ്റെ കൂടെ നിൽക്കുമെന്ന് എഴുതി, പക്ഷേ വിവി എന്നെ ചതിച്ചു. ഇത് തന്നെയാണ് അവിടെയും പറ്റിയത്. വിവി ചതിക്കും എന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോയത് സീക്രട്ട് ഏജൻറ്റ് പോരായ്മയാണ്.
സീക്രട്ട് ഏജൻറ്റ് ചതിക്കുമെന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോയത് ഹെലൻ്റെ പോരായ്മയാണ്. നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ ചതിക്കുമെന്ന് തിരിച്ചറിയാതെ പോയാൽ അത് നിങ്ങളുടെ പോരായ്മയാണ്. എൻ്റെ കൂട്ടുകാരൻ എന്നെ ചതിക്കുമെന്ന് തിരിച്ചറിയാതെ പോയാൽ എൻ്റെ പോരായ്മയാണ്. അവൻ കൂടെ നിൽക്കുന്നവനെ നമ്മൾ വിശ്വസിച്ച് വേണം തിരഞ്ഞെടുക്കാൻ. അപ്പം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അവരെ വിശ്വസിക്കാൻ കൊള്ളാമെന്ന് പൂർണ്ണ ബോധ്യത്തോടെ വേണം തിരഞ്ഞെടുക്കാൻ. അത് നിങ്ങൾക്ക് ഇതുപോലെ പല സൂചനകളും കിട്ടും. എൻ്റെ സ്വഭാവം എനിക്ക് എപ്പോഴും മൂടി വെക്കാൻ പറ്റില്ല, എപ്പോഴെങ്കിലും എൻ്റെ ഊള സ്വഭാവം പുറത്തു വരും. ഇത് വെച്ച് ലോക്ക് ചെയ്യുക, നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ സുഹൃത്തുക്കളെ. ഇനി ഈ ചതിക്കുന്ന സുഹൃത്തുക്കൾ ദയവ് ചെയ്ത് ആരെയും ചതിക്കാതിരിക്കുക. നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് അവർ പലതും ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.